യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. അപ്പോൾ യെശയ്യാ പറഞ്ഞു, ദാവീദിന്റെ ഭവനമേ ശ്രദ്ധിക്കുക. മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ എന്റെ ദൈവത്തിന്റെ ക്ഷമ പരീക്ഷിക്കുന്നത്? അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. തിന്മ ത്യജിക്കാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും. ഓർമ്മിക്കുക, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്നു, മറിയത്തിലൂടെ ആരംഭിച്ച രക്ഷയുടെ സമയം അവളിലൂടെ തന്നെ പൂർത്തീകരിക്കപ്പെടും. സഭ പഠിപ്പിക്കുന്നത് പോലെ പരിശുദ്ധ ദൈവമാതാവ് ഇപ്പോൾ തന്നെ യുഗാന്ത്യത്തിന്റെ പൂർത്തീകരണമായിരിക്കുന്നു. അവൾ ഉഷകാല നക്ഷത്രം മാത്രമല്ല, യുഗാന്ത്യ സഭയ്ക്ക് സമുദ്രതാരവുമാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു: ഭൂമിയിൽ അപകടങ്ങളാലും പ്രയാസങ്ങളാലും ചുറ്റപ്പെട്ട് എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന തന്റെ പുത്ര സഹോദരന്മാർ സന്തോഷകരമായി പിതൃരാജ്യത്ത് എത്തിച്ചേരുന്നതുവരെ മറിയം മാതൃസഹജമായ സ്നേഹത്തോടെ അവരെ കാത്തു സൂക്ഷിക്കും. ഇതിന്റെ തെളിവ് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു, കാലസമ്പൂർണതയുടെ ആരംഭം കുറിച്ചുകൊണ്ട് ദൈവപുത്രനെ നൽകിയവളാണ് കന്യക. വെളിപാട് പുസ്തകത്തിൽ പറയുന്നു, പകലിന്റെ അധിപനായ സൂര്യനെ ഉടയാടയാക്കിയവളും രാത്രിയുടെ അധിപനായ ചന്ദ്രനെ പാദപീഠമാക്കിയവളുമാണവൾ. ഫാത്തിമയിൽ പരിശുദ്ധ കന്യകാമറിയം പ്രവർത്തിച്ച വലിയ അടയാളം ഇതിന്റെ തെളിവായി ഗ്രഹിക്കാവുന്നതാണ്. 1917 മെയ് 13 മുതൽ ഒക്ടോബർ 13 വരെ ഫാത്തിമയിൽ പരിശുദ്ധ കന്യകാമറിയം ദർശനം നൽകി. ഒക്ടോബർ 13 ദർശന സ്ഥലത്ത് 60,000 പേർ എത്തിച്ചേർന്നു. അവിടെ എത്തിയവരിൽ ആ 3 കുഞ്ഞുങ്ങൾക്കൊഴികെ മറ്റാർക്കും മറിയത്തെ ദർശിക്കുവാൻ സാധിച്ചില്ല. എന്നാൽ ദർശനം അവസാനിക്കവേ മറിയം കൈനീട്ടി. സൂര്യൻ ചലിച്ച് 40 മൈൽ അടുത്തു വന്നുവെന്ന് കണ്ടവർ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് ചിന്തയിൽ കാണാൻ കഴിയുന്നതിനേക്കാൾ ഉപരിയായ വിധം കാര്യങ്ങൾ മാറിമറിയാൻ പോകുന്നതിന്റെ അടയാളങ്ങളാണിവയെല്ലാം. മറിയം വലിയ ശക്തി പ്രകടമാക്കി രംഗത്ത് വരിക തന്നെ ചെയ്യും. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ അന്തോണീസിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നതുപോലെ ദൈവം സഭ മുഴുവനെയും നാഥയുടെ മധ്യസ്ഥതയിൽ ഭരമേൽപ്പിച്ചിരിക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, പകരം പരിശുദ്ധ മറിയത്തിന്റെ ഭരണത്തിന് കീഴിലാക്കുകയും ചെയ്തിരിക്കുന്നു. യുഗാന്ത്യ സഭയുടെ അംഗങ്ങൾ എന്ന നിലയിൽ പരിശുദ്ധ കന്യകയെ നമുക്ക് ശരണം ഗമിക്കാം. അവളുടെ നേതൃത്വത്തിന് കീഴിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അവൾ നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി പൂർത്തീകരിക്കാൻ സഹായിക്കട്ടെ. മറിയം നമ്മുടെ അമ്മ എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അമ്മയുടെ മാധ്യസ്ഥം എല്ലാ സമയവും നമുക്ക് ലഭിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം.